ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും നമുക്കിങ്ങനെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ച കരുണയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം നമുക്ക് ജീവനും ചൈതന്യവും നൽകുന്ന വചനമാണ്. അത് യഥാർത്ഥത്തിൽ നാം നമ്മുടെ ആത്മാവിൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയത്തിൽ അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗീയമായിരിക്കുന്ന ശക്തി അതിലൂടെ പകരപ്പെടുകയും ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും നൽകുന്നു എന്നുള്ളത് എത്രയോ സത്യമായ കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നാം റോമാലേഖനത്തിൻ്റെ ആരംഭ ഭാഗം, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ആമുഖമായിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഇന്ന് നാം അതിൻ്റെ ഓരോ വാക്യങ്ങളെക്കുറിച്ചും വായിച്ച് ധ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നാം വായിക്കുകയുണ്ടായി. ആ ഭാഗത്തു നിന്ന് അധികം പറയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നമുക്ക് ആ ഭാഗത്തു നിന്ന് അല്പമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നു. ഈ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ വ്യക്തിപരമായ വന്ദനമാണ് അറിയിക്കുന്നത്. റോമിലെ ദൈവസഭയ്ക്കുള്ള വന്ദനം അറിയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധാരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമിൽ ദൈവത്തിൻ്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഇവിടെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവും ആകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രൻ എന്നുള്ള ആ പദപ്രയോഗം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവപുത്രൻ എന്നുള്ള പദപ്രയോഗം, അത് വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. യഹൂദന്മാര് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ അവനെ ദൈവപുത്രനായിട്ട് അംഗീകരിച്ചില്ല. ദൈവപുത്രനാണ് താൻ എന്ന് യഹൂദന്മാരോട് പല പ്രാവശ്യം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവനെ ഉപദ്രവിക്കുവാനായിട്ടാണ്, കല്ലെറിയുവാനായിട്ടാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ ലോകത്തിൽ ഇതിനായിട്ട് യേശു ദൈവപുത്രൻ എന്നുള്ളതിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് പ്രത്യേക ലോകത്തിലുണ്ട്. അവർ ഒരിക്കലും യേശുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുകയില്ല. അതിനെതിരായിട്ട് നിലകൊള്ളുന്നവരാണ് അവർ. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ക്രൈസ്തവർ തന്നെ ലോകത്തിലുണ്ട്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നവർ. അപ്പം അങ്ങനെ ഇരിക്കെ എന്താണ് ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ? അത് കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്ന്. അത് കേട്ടിട്ടാണ് അവർ അവനെ എറിയുവാനായിട്ട് കല്ലെടുത്തത്. എന്നിട്ട് അവർ പറയുന്നത്, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് പറഞ്ഞത്. പുത്രത്വം എന്ന വാക്ക് പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രന്മാർ എന്ന്. പക്ഷേ മനുഷ്യര് ദൈവവുമായിട്ട് എങ്ങനെ പുത്രത്വത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവോ, മക്കളായിട്ട് ഇരിക്കുന്നവോ, അതിനേക്കാൾ
പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ് കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധം. നാം ദൈവമക്കളാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുക കൊണ്ട് അവനോട് സദൃശന്മാരായി തീരും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നാം എങ്ങനെ ദൈവമക്കളായി ആയിരിക്കുന്നവോ ആ ബന്ധമല്ല കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള പുത്രത്വം എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേകതരം ബന്ധമാണ്. കർത്താവ് പറഞ്ഞ കാര്യം, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ തന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:5. അപ്പൊ ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തോട് ഉള്ള സമത്വത്തിലായിരുന്നു പുത്രൻ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിനു മുമ്പേ, ഇവിടെ കർത്താവ് പിതാവിനോട് പറയുന്നതാണ്, പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ തന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ലോകസ്ഥാപനത്തിനു മുമ്പേ തന്നെ, സൃഷ്ടി നടത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ പുത്രന് ദൈവത്തിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം, അതായത് താന് ദൈവത്തോട് സമത്വമുള്ളവനാണ്. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, അതങ്ങനെ തന്നെ സമത്വത്തിൽ ഒന്നിച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കാതെ, അങ്ങനെ ഇരിക്കുവാൻ മുറുകെ പിടിക്കാതെ അവൻ അതിനേക്കാൾ താണ അവസ്ഥയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചു. ദൈവം ആത്മാവാകുന്നുവെന്ന് നാം വായിക്കുന്നു. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവുമായിട്ടുള്ള സമത്വത്തിൽ പുത്രനായിരുന്നത് ആത്മാവിൻ്റെ ആത്മരൂപത്തിലായിരുന്നു. നാം വായിക്കുന്നുണ്ട്, കർത്താവ് ആത്മാവാകുന്നുവെന്ന്. നമ്മുടെ കർത്താവിനെ കുറിച്ച് തന്നെ പരിശുദ്ധാത്മാവ് പിന്നെ ആത്മാവാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ആത്മരൂപത്തിലാണ്, അതുകൊണ്ടാണ് കാണാത്തത്. പുത്രനൊരു ശരീരം എടുക്കുന്നത് വരെ പുത്രനെയും ആരും കണ്ടിട്ടില്ല. എന്നാൽ അഥവാ ദൈവത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന വ്യക്തിത്വമാണ് പുത്രൻ എന്നുള്ളത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ സ്വയമായിട്ടല്ല ഈ പറയുന്നതൊന്നും, പിതാവ് എന്നിൽ സംസാരിക്കുന്നതത്രേ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കർത്താവ് തന്നെ ലോകത്തോട് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള സമത്വമാണ് പുത്രൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവമാണെന്നാണ്, പിതാവിനോടുള്ള സമത്വമെന്നാണ്. അത് യഹൂദന്മാർക്കറിയാം. അതുകൊണ്ടാണ് അവർ കല്ലെടുത്തതെറിയാൻ, നീ ദൈവദൂഷണം പറയുന്നു. അതായത് യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ്. രണ്ടാമത് നമ്മുടെ ഇവിടെ നാം വായിച്ചത് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ, അപ്പൊ യേശുക്രിസ്തു നമ്മുടെ കർത്താവാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവത്തെ യഹോവ എന്ന നാമത്തിലായിരുന്നു ഇസ്രായേൽ ആരാധിച്ചിരുന്നത്. യഹോവ എന്ന നാമം അവരുച്ചരിച്ചിരുന്നില്ല. യഹോവ എന്ന നാമം ഉച്ചരിക്കുവാൻ അവരെ എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള കൽപ്പന ഭയപ്പെട്ടിട്ട്
അവരത് ഉച്ചരിക്കാറില്ലായിരുന്നു. ആണ്ടിൽ 2 പ്രാവശ്യമാണ് യഹോവ എന്നുള്ള പദം അവർ ഉപയോഗിക്കുന്നത്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് മൃഗങ്ങളുടെ രക്തവുമായിട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ച് മാത്രമാണ് യഹോവ എന്നുള്ള പദം 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത്. അല്ലാതെ അവര് ആ പദം ഉപയോഗിക്കാറില്ല. യഹോവ എന്ന നാമം അതിന് പകരമായിട്ട് അവർ മറ്റൊരു പദമാണ് പലപ്പോഴും വായിക്കുന്നത്. ആ പദത്തിൻ്റെ പേരാണ് അദോനായി. അഡോനായി എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യഹോവ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് അവര് അത് ഉച്ചരിക്കാതെ അതിന് പകരം അദോനായി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. 4 അക്ഷരങ്ങളാണ് യഹോവ എന്ന് എഴുതുവാനായിട്ട് അവര് എഴുതുന്നത്. അത് എബ്രായ ഭാഷയിൽ 4 അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങള് യോദ്, ഹേ, വൗ, ഹേ എന്ന 4 അക്ഷരമാണ്. അതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. നാം കാണാറുണ്ട് ഇംഗ്ലീഷ് ബൈബിളിൽ YHWH എന്ന 4 അക്ഷരങ്ങൾ. എബ്രായ പദത്തിലുള്ള ആ യോദ്, ഹേ, വൗ, ഹേ എന്ന 4 അക്ഷരങ്ങളാണ്. അത് 4 കൂടെ ചേർത്ത് വായിക്കുവാൻ പ്രയാസമാണ്. കാരണം അത് വ്യഞ്ജനാക്ഷരങ്ങളാണ്, സ്വരാക്ഷരങ്ങളല്ല. സ്വരാക്ഷരങ്ങളല്ലാത്തത് കൊണ്ട് അത് കൂട്ടി വായിക്കുവാൻ കഴിയില്ല. അതിന് പകരമായിട്ടാണ് അവര് അഡോനായി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്ക് യഥാർത്ഥത്തിൽ ഒന്നിച്ച് അവർ പറയുമ്പോൾ യാഹ് എന്നാണ് ആ വാക്ക്, യാഹ്വേ എന്നാണ്. ആ 4 അക്ഷരങ്ങൾ അവര് അതിനെ വളരെയധികം ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് കണ്ടിരുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം സ്വയംഭൂ എന്നാണ്. അപ്പോൾ യഹോവ അല്ലെങ്കിൽ അഡോനായി എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ്. അവൻ ആരും അവനെ സൃഷ്ടിച്ചതല്ല, അവൻ സ്വയംഭൂവാണ്, അവനാണ് സൃഷ്ടാവ്. പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവാണ് സൃഷ്ടാവ് എന്ന് നാം കാണുന്നുണ്ട് പലയിടത്തും. ആ യോഹന്നാന്റെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവാണ് സൃഷ്ടാവ്. കൊലോസ്യ ലേഖനത്തിൽ അത് കാണാം. അവൻ മുഖാന്തരമാണ് സകലതും സൃഷ്ടിച്ചതും, അവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതും. അവൻ സൃഷ്ടാവാണ്. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നു. അവൻ ദൈവമാണെന്ന് അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷയിലേക്ക് വരുന്നത്. യേശുക്രിസ്തു ദൈവമാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. അതാണ് കർത്താവ് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. ആ ദൂതൻ പ്രത്യക്ഷനായി മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തുന്നു. അതെന്താണെന്നറിയാൻ മോശ അടുത്ത് ചെല്ലുമ്പോൾ മോശേ മോശേ എന്ന് വിളിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. അതിനുശേഷം നാം ഇങ്ങോട്ട് വായിക്കുമ്പോൾ മോശ അവനോട് ചോദിക്കുന്നു, നിന്റെ പേര് എന്താകുന്നു എന്ന്. 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അതുണ്ട്, പുറപ്പാട് പുസ്തകം. നിന്റെ പേരെന്താണ്? അപ്പോൾ അവിടെ മോശയോട് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. എബ്രായ ഭാഷയിൽ യഹൈഹ് അഷർ യഹൈഹ് എന്നാണ്. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. യഹൈഹ് അഷർ യഹൈഹ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് മുൾപ്പടർപ്പിൽ മോശ കണ്ട ആ യഹോവയുടെ ദൂതനാണ് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു.
ആ വാക്കിന്റെ അർത്ഥവും സ്വയംഭൂ എന്നാണ്. യഹൈഹ് എന്ന ആ വാക്കിന്റെ അർത്ഥം സ്വയംഭൂ, ഞാനാകുന്നു എന്ന വാക്ക്. അപ്പോൾ ഈ വാക്ക് തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം അത് പിന്നെ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മോശയോട് സംസാരിച്ച യഹോവയുടെ ദൂതനെക്കുറിച്ച് 14 വാക്യത്തിൽ ഒരു ദൂതനാണ്. 15 വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു ആ ദൂതനെക്കുറിച്ച് ദൈവം പിന്നെയും മോശയോട്, ആ ദൂതനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം പിന്നെയും മോശയോട് ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന്. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. അപ്പോൾ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യഹോവയുടെ ദൂതൻ അത് ദൈവമാണെന്ന് അവിടെ പറയുന്നു. അവന്റെ നാമം യഹോവ എന്നും ആകുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈ വാക്ക് ഞാനാകുന്നവൻ, ഞാനാകുന്നു, പുറപ്പാട് 3:2 അതൊരു ദൂതനാണ്. 3:14 വരുമ്പോൾ ദൈവമാണ്. 3:15 വരുമ്പോൾ അത് യഹോവയാണ്. എല്ലാം ഒന്നു തന്നെയായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതേ വാക്ക് തന്നെയാണ് ഞാനാകുന്നു, യഹൈഹ് എന്ന അതേ വാക്ക് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ വരുമ്പോൾ അനേക പ്രാവശ്യം യഹൂദന്മാരോട് സംസാരിക്കുന്നത്. യഹൂദന്മാരാരും അങ്ങനെ ഞാനാകുന്നു എന്ന് പറയത്തില്ല. അത് ദൈവത്തോടുള്ള അനാദരവായിട്ട് അവരെ കണക്കാക്കുന്നു. ദൈവദൂഷണമായിട്ടാണ് അത് കണക്കാക്കുന്നത്. എന്നാൽ കർത്താവ് പലയിടങ്ങളിലും പലപ്പോഴും തന്നെക്കുറിച്ച് ഞാനാകുന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് ഗ്രീക്കിലേക്ക് വരുമ്പോൾ, ഗ്രീക്ക് പദത്തിൽ വരുമ്പോൾ ഈഗോ എയ്മി ഓ ഓൻ എന്ന് വരും. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ പദപ്രയോഗം കർത്താവ് പുതിയ നിയമത്തിൽ ഞാനാകുന്നു എന്നുള്ള വാക്ക് അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അയാം എന്നുള്ള ആ വാക്ക്, അതായത് അത് എക്സിസ്റ്റിംഗ് വൺ, സ്വയംഭുവായിട്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവൻ തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവയുടെ ദൂതൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി നടത്തിയത് ആരാണ്? യഹോവയുടെ സന്മുഖദൂതനാണ് അവരെ നടത്തിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. യഹോവയുടെ സന്മുഖദൂതൻ, അവരെ അനുഗമിച്ച ആത്മീക പാറ അത് ക്രിസ്തുവായിരുന്നു. യഹോവ മോശയോട് പറഞ്ഞത്, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷം നേരത്തേക്ക് നിങ്ങളുടെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. പുറപ്പാട് 33:3-5 വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടുവിൽ സഞ്ചരിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചാൽ നിങ്ങളെ ഞാൻ സംഹരിച്ചു കളയും മുഴുവനും. അതുകൊണ്ട് എൻ്റെ ദൂതൻ, ആകയാൽ എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. പുറപ്പാട് 32:34. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. പുറപ്പാട് 33:2. ഇവിടെയെല്ലാം ഇസ്രായേലിനെ നടത്തിയതും
അവരെ യെരിഹോമിലേക്ക് എത്തിച്ചതും അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് അവരെ എത്തിച്ചതുമെല്ലാം കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയുടെ ദൂതനായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. യെരിഹോ മതിൽ എങ്ങനെയാണ് ഇടിഞ്ഞത്? കാഹളമോതിയിട്ടാണോ ഇടിഞ്ഞത്? അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ യെരിഹോ മതിലിന് ചുറ്റും ദിവസം ഒരു പ്രാവശ്യം വലം വയ്ക്കണം. പുരോഹിതന്മാരതിനു മുമ്പേ കാഹളമൂതിക്കൊണ്ട് നടക്കണം. അങ്ങനെ 7 ദിവസം നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാര് 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് അതിന് ചുറ്റും വലം വയ്ക്കണം. അത് 7 പ്രാവശ്യം വന്നു വയ്ക്കണം. 7-ാം പ്രാവശ്യം വലം വയ്ക്കുമ്പോൾ കാഹളം നീട്ടി ഊതണം. അപ്പോൾ ജനമെല്ലാം ആർപ്പ് വിളിക്കണം, ആർപ്പിടണം. ആ നേരം മതിൽ വീഴും എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ മതിൽ വീഴ്ത്തിയത്? എങ്ങനെ മോശയ്ക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷമായോ അതേ നിലയിൽ തന്നെ യോശുവയ്ക്കും പ്രത്യക്ഷമായി. യോശുവ യെരിഹോം സമഭൂമിയിൽ നിൽക്കുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നു. യോശുവ ചെന്ന് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ അതോ ശത്രുപക്ഷക്കാരനോ? അപ്പോൾ ആ ദൂതൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ സൈന്യാധിപനാണ്. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു യോശുവയോട്. എങ്ങനെ മോശയോട് പറഞ്ഞവോ അതുപോലെ തന്നെയാണ് എങ്ങനെ മോശയോട് പറഞ്ഞവോ അതുപോലെ തന്നെ ഈ ദൂതൻ യോശുവയോടും പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് മാറ്റുക. അത് കഴിഞ്ഞാണ് ഈ ഇൻസ്ട്രക്ഷനൊക്കെ മോശയ്ക്ക് നൽകുന്നത്. നീ ഇങ്ങനെ യെരിഹോവിന് വലം വയ്ക്കണം. ഇങ്ങനെ 7 പ്രാവശ്യം 7-ാം ദിവസം വലം വയ്ക്കുമ്പോൾ, കാഹളം ഊതുമ്പോൾ, ജനമെല്ലാം അത്യുച്ചത്തിൽ ആർപ്പിടുമ്പോൾ മതിൽ വീഴും. ഈ ആർപ്പിട്ടത് കൊണ്ടും കാഹളമൂതിയത് കൊണ്ടും ഒന്നും അല്ല മതിൽ വീണത്. അവരുടെ അനുസരണം കൊണ്ടാണ്. അവരത് കേട്ടനുസരിച്ചു, അവർ വിശ്വസിച്ചു. അവരുടെ വിശ്വാസവും അവരുടെ അനുസരണവുമാണ് അവിടെ കാണിക്കുന്നത്. പറഞ്ഞതുപോലെ അവർ ചെയ്തു. അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, യഹോവയുടെ ദൂതന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവം തന്നെയാണ് ഈ മതിൽ ഇടിച്ചത് എന്ന് നമുക്ക് ബോധ്യമാകും. അവനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുറിച്ച് ഇവിടെ പറയുന്ന വളരെയധികം പറയാനുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ വിഷയം തീരുകയില്ല. അപ്പോൾ ഇവിടെ നാം വായിച്ചത് നമ്മുടെ കർത്താവും ദൈവത്തിന്റെ അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു എന്നാണ്. എന്നിട്ട് അടുത്ത വാക്കാണ്, അവനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി ആയിട്ട് ദൈവം പൗലോസിനെ, അഥവാ പൗലോസ് എന്ന വ്യക്തിയെ അപ്പോസ്തലനായി വിളിച്ച് വേർതിരിച്ചു. ഇവിടെ പറഞ്ഞത് അവനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ആ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ. അപ്പൊ പഴയ നിയമത്തിൽ മുൻകൂട്ടി യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ സുവിശേഷത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത്, മുൻകൂട്ടി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അത് ലോകത്തോട്, ജാതികളോട് സുവിശേഷമായിട്ട് അറിയിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനാണ് പൗലോസ്. എവിടാണ് പഴയ നിയമത്തിൽ ഈ സുവിശേഷം പറയുന്നത്? എവിടെയാണ് പൗലോസ്, എവിടെയാണ് പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. കഴിഞ്ഞൊരു ആഴ്ച ഞാൻ പറയുകയുണ്ടായി, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു?
യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? പഴയ നിയമം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പ്രവാചകന്മാർ പറഞ്ഞത് കേൾപ്പിച്ചത് ആർക്ക് മനസ്സിലായി? ആരത് ഗ്രഹിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെയും പറയുന്നത് അതാണ്. അവനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായിട്ടാണ് ദൈവം പൗലോസിനെ അപ്പോസ്തലനായിട്ട് വിളിച്ചു വേർതിരിച്ചത്. യെശയ്യാ 40:9 നാം വായിക്കുന്നത്, സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതങ്ങളിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിന്റെ ദൈവം, ഇതാ നിന്റെ ദൈവം എന്ന് ചൂണ്ടിക്കാണിക്കണവനെ എന്ന് പറയുക. ഇതാ കർത്താവ് ബലശാലിയായി വരുന്നു. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. ഇത് യെശയ്യാ 40:9 വായിക്കുന്നതാണ്. അവിടെ പറയുന്ന ഇടയൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹൂദ നഗരങ്ങളോട് പറയേണ്ടത് അതാണ്, ഇതാ നിങ്ങളുടെ ദൈവമെന്ന്. അതാണ് സുവിശേഷം അറിയിക്കുന്നവർ ചെയ്യേണ്ടത്. അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിരുന്നതാണ് എന്ന് നാം ഇവിടെ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവും അഥവാ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പഴയ നിയമകാലത്ത്, പഴയ നിയമത്തിൽ വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, ആ സുവിശേഷം ലോകത്തോട് അറിയിക്കുവാൻ, ജാതികളോട് അറിയിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനാണ് പൗലോസ്. പൗലോസ് തന്നെക്കുറിച്ച് റോമിലുള്ള വിശ്വാസികളോട് പറയുകയാണ്. ഈ സുവിശേഷം ആരംഭിച്ചത് സിയോനിൽ നിന്നാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. സിയോനെ, നിന്റെ ശബ്ദം ഉയർത്തി പറയുക. സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. സുവിശേഷം ആദ്യം മുഴങ്ങിയത് യെരൂശലേമിൽ നിന്നാണ്, സിയോനിൽ നിന്നാണ്. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് ദിവസത്തിലാണ് അവിടെ വെച്ച് സുവിശേഷം യെരൂശലേം ദേവാലയത്തിന്റെ പ്രാകാരത്തിലാണ് ആദ്യം അത് മുഴങ്ങിയത്. അവിടെ വെച്ച് പത്രോസ് അത് പ്രസംഗിച്ചു. ഈ സുവിശേഷം ജാതികളോട് പറയുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട പൗലോസ് തന്നെക്കുറിച്ച് റോമിലെ വിശ്വാസികളോട് പറയുന്നത്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാകുന്നു എന്നാണ്. പഴയ നിയമഭക്തന്മാരെല്ലാം അങ്ങനെയാണ്. ദൈവത്തിന്റെ ദാസന്മാർ, യഹോവയുടെ ദാസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മോശയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ ദാസനായ മോശ എന്ന്. പൗലോസ് ഒരു കാലത്ത് യഹോവയുടെ ദാസനായിട്ട് അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു. ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ച് ഒരു ശാസ്ത്രിയായിട്ട് ഇസ്രായേലിന്റെ ഇടയിൽ ആയിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ യഹോവയുടെ ദാസനായിരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ നാം കാണുന്നത്, അവൻ യേശുക്രിസ്തുവിന്റെ ദാസനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൗലൂസ് സൂഡോസ്, പൗലൂസ് ഡൂലോസ്, നോട്ട് സൂഡോസ്, പൗലൂസ് ഡൂലോസ് ഇസോവു ക്രിസ്തോവു എന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ഡൂലോസായ, അടിമയായ, വില കൊടുത്തു വാങ്ങിയ അടിമയായ പൗലോസ് എന്നാണ് പൗലോസ് തന്നെക്കുറിച്ച് റോമിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്നത്. പൗലോസ്
ഒരു ദാസനാണ്, കർത്താവിൻ്റെ ദാസനാണെന്ന് പറയുമ്പോൾ നാം ധരിക്കുന്നതിനേക്കാൾ വളരെ അഗാധത്തിലുള്ള അർത്ഥമാണ് പൗലോസ് അവിടെ പറയുന്നത്. ഞാന് യേശുക്രിസ്തുവിൻ്റെ ഡൂലോസായ പൗലോസാണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന അടിമയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ഇന്നത്തെ ആളുകൾ ദൈവദാസൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ആദരിക്കുന്നു. ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തും അങ്ങനെ ആയിരുന്നു. ഏലിശായെക്കുറിച്ച് ജൂനേങ്കാരത്തി സ്ത്രീ പറഞ്ഞത്, അത് ദൈവഭക്തനായ ഒരു പുരുഷൻ. എന്നാൽ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടിമയാണ് എന്നാണ്. തന്നെത്താൻ എത്രയോ താഴ്ത്തി കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3-ാം വാക്യത്തിൽ റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവര് വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികളെല്ലാം വിളിക്കപ്പെട്ടവർ. എന്നാ നമ്മളെ വിളിച്ചത്? സകലകാലത്തിനും മുമ്പേ നമ്മെ രക്ഷിക്കുകയും വിളിച്ച് വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ സൽപ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിച്ചതാകുന്നു. 2 തീമോഥെയോസ് 1:9. നമ്മെ രക്ഷിക്കുകയും നമ്മെ വിളിക്കുകയും ചെയ്തത് സകലകാലത്തിനും മുമ്പെയാണ്. നാം അത് അറിയുന്നത് എപ്പോഴാണ്? രക്ഷയിലേക്ക് വരുമ്പോഴാണ്. നാം രക്ഷയിലേക്ക് വരുമ്പോൾ മാത്രമേ നാം അത് അറിയുന്നുണ്ടെങ്കിലും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സകലകാലത്തിനും മുമ്പെയാണ്. അന്നേ രക്ഷിക്കുകയും വിളിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് നാം വായിക്കുന്നത്. കാലം തുടങ്ങുന്നതിന് മുമ്പേ, അതാണ് സകലകാലത്തിനു മുമ്പേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുന്നു. അവിടെയാണ് ആദി തുടങ്ങുന്നത്. കാലം തുടങ്ങുന്നത് അവിടാണ്. അതിനു മുമ്പുള്ളത് നിത്യതയുടെ ഭാഗമായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ അതിനു മുമ്പേ, ലോകസ്ഥാപനത്തിനു മുമ്പേ, എഫേസ്യ ലേഖനം 1:4 വായിക്കുന്ന അതാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ്. എന്തിനായിട്ട്? അവന്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന്. അപ്പോൾ റോമിലുള്ള വിശുദ്ധന്മാര് അവര് വിളിക്കപ്പെട്ടവരാണ്. അവര് ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും. നോക്കുക, തിരഞ്ഞെടുക്കപ്പെട്ടവര്, വിളിക്കപ്പെട്ടവര്, വിശുദ്ധര്, ഇതെല്ലാമായിട്ട് ദൈവം നമ്മെ സകലകാലത്തിനു മുമ്പേ വിളിച്ചിരിക്കുകയാണ് എന്ന് ഇവിടെ കാണാനായിട്ട് കഴിയും. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? ഒന്ന്, നാം വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിച്ചവരാണ് വിളിക്കപ്പെട്ടവർ. 2, സ്വർഗീയ അവകാശങ്ങൾ നമുക്ക് തരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. നാം വായിക്കുന്ന നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു എന്നാണ് എബ്രായർ 9:15. അപ്പൊ നിത്യാവകാശം നമുക്ക് തരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. 3, ദൈവം നമ്മെ വിളിച്ചത് നമുക്ക് സ്വർഗീയ തേജസ് തരുവാനായിട്ടാണ്. നാം വായിക്കുന്നത് റോമാലേഖനത്തിൽ തന്നെ, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്ന കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നു. റോമർ 9:23-24. അപ്പൊ ഇതെല്ലാം നമുക്ക് തരുവാൻ വേണ്ടി നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. അപ്പൊ പൗലോസ് ആരാണ്?
റോമിലെ വിശുദ്ധന്മാരാരാണ് എന്നുള്ളത് ആ 2-3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അവൻ ദൈവമാണ് എന്നവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ 4-ാം വാക്യം നമുക്ക് നോക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സകല പ്രവൃത്തികളോടുള്ള ബന്ധത്തിലും പിതാവായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ ആ സകല പ്രവൃത്തികളിലും പിതാവും പുത്രനും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വെവ്വേറെ വ്യക്തിത്വമുള്ള ദൈവത്വമുള്ളവരാണ്. എന്നാൽ ഇവർക്ക് വെവ്വേറെ പ്രവർത്തിക്കുവാനും കഴിയും, അതിനുള്ള ശക്തിയുണ്ട്. എന്നാൽ എവിടെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പിതാവും പുത്രനും ഒന്നിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടുകൂടെ പരിശുദ്ധാത്മാവും, അല്ലാതെ ഒറ്റയ്ക്കല്ല. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ പിതാവ് സൃഷ്ടിച്ചെന്നും പുത്രൻ സൃഷ്ടിച്ചെന്നും നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ പ്രസന്റ് അവിടെ ഉണ്ടായിരുന്നു. ആദമിനെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ അവനെ സൃഷ്ടിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടവിടെ. ഇപ്പോൾ അവർ നമ്മിൽ ഒരുവനെ പോലെയായി തീരാതിരിക്കേണ്ടതിന് അവർ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്നേക്ക് ജീവിച്ചിരിക്കുവാൻ സംഗതിയാകാതെ നാം അവരെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ആക്കുക. അവിടെയെല്ലാം നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ഒരുവൻ വിശ്വാസത്തിലേക്ക് വരുന്നതിനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം ഒരുവനെ ആകർഷിക്കണം, പുത്രന്റെ അടുക്കലേക്ക് അയക്കണം, പുത്രൻ അവന് നിത്യജീവൻ കൊടുക്കണം. പുത്രന് നിത്യജീവൻ കൊടുക്കണമെങ്കിൽ പുത്രനെ ദൈവമായിട്ട് അംഗീകരിക്കണം, കർത്താവായിട്ട് ഏറ്റുപറയണം. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവാണ് ആ പ്രേരണ നൽകുന്നത്. ഇതിനെല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാ പ്രവൃത്തിയിലും ഉണ്ട്. ഉയർത്തെഴുന്നേൽപ്പിലുണ്ട്. പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ പുത്രനായ ദൈവം മനുഷ്യപുത്രന്റെ ശബ്ദത്തിങ്കൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അതേ ആത്മാവിനെ കൊണ്ട് തന്നെ നമ്മളെയും നമ്മുടെ മർത്യ ശരീരത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നാം വായിക്കുന്നു. ഇങ്ങനെ സകല പ്രവൃത്തിയിലും, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും, ഭാവിയിലും, സകലത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അത് കാണാൻ കഴിയും. ഇവിടെ നാം വായിക്കുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപ എന്നുള്ള വാക്ക് എപ്പോഴും, കൃപയുണ്ടായിരിക്കട്ടെ എന്നുള്ള ആ വാക്ക്, അത് എപ്പോഴും നാം കാണുന്നത് ജാതികളോടുള്ള ബന്ധത്തിലാണ്. അല്ലെങ്കിൽ ഗ്രീക്കുകാര് അവരുടെ അന്യോന്യം അവര് ആശംസിക്കുന്ന വാക്കാണ്. ഒരു ഗ്രീക്കുകാരൻ അല്ലെങ്കിൽ ഒരു യവനൻ മറ്റൊരു യവനനെ കാണുമ്പോൾ പറയുന്നത് ഖാരിസ് എന്ന് പറഞ്ഞാൽ കൃപയുണ്ടായിരിക്കട്ടെ, ഖാരിസ്. ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കാണുമ്പോൾ അവനോട് പറയുന്നത് ഷാലോം, സമാധാനമായിരിക്കട്ടെ, ഷാലോം എന്നാ പറയുന്നത്. അപ്പൊ കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജാതികളോടുള്ള ബന്ധത്തിൽ കൃപ, യഹൂദനോടുള്ള ബന്ധത്തിൽ സമാധാനം. അതെവിടെ നിന്ന്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൽ നിന്നുള്ള സമാധാനവും എന്നാണ് ഇവിടെ വായിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും, രണ്ടുപേരിൽ നിന്നും നിങ്ങൾക്ക്
രണ്ടു കൂട്ടർക്കും, അഥവാ യഹൂദനാകട്ടെ ജാതിയാകട്ടെ, നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ. രണ്ടു കൂട്ടർക്കും, ജാതിയാകട്ടെ യഹൂദനാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. 5-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാൽ അല്ലോ. പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രാരംഭമായിട്ട് റോമിലുള്ള ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുന്ന വാക്കാണിത്. അതാ, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ അവൻ ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത്. അതായത് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറഞ്ഞ കാര്യം നമുക്കറിയാം. നാം വായിക്കുന്നത് അതിനെക്കുറിച്ച് വായിക്കുന്നത് ദാവീദിന്റെ വിശുദ്ധ കൃപകൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13:34 അവിടെ വായിക്കുന്നത് 2 ശമൂവേലിൽ നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിനോട് പറഞ്ഞ കാര്യമാണ്. ദൈവം നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിന്റെ സന്തതിയുടെ രാജത്വത്തിന്റെ സിംഹാസനം എന്നുമെന്നേക്കും സ്ഥിരമായിരിക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ ഗ്രഹവും നിന്റെ രാജത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തത്. നിന്റെ സന്തതി എന്ന് അവിടെ പറഞ്ഞത് ശലോമോനെ കുറിച്ചല്ല. ശലോമോന്റെ രാജത്വം സ്ഥിരമായിരുന്നില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല ഇവിടെ പറയുന്ന രാജത്വം എന്നേക്കും സ്ഥിരമായിരിക്കും. അതിനവസാനം ഉണ്ടായിരിക്കുകയില്ല. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ വംശാവലി ഇന്നാരുടെ മകൻ എന്ന് പറഞ്ഞ് മത്തായി സുവിശേഷം അത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ ഹെഡിങ് ആയിട്ട് വംശാവലിയുടെ മുകളിൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു, അവന്റെ വംശാവലിയെ കുറിച്ചാണ് പറയുന്നത്. ആ വംശാവലി ദാവീദിൽ അവസാനിക്കുന്നില്ല. ദാവീദിൽ നിന്ന് വന്ന് അത് മറിയയിലാണ് അവിടെ അവസാനിക്കുന്നത്. പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് വിവരിക്കുന്നുണ്ട്. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അവനെ ദാവീദ് പുത്രൻ എന്ന് ജനം അറിഞ്ഞിരുന്നു. എല്ലാവരും ഇല്ല, ചിലര്. ശാസ്ത്രിമാരും പരീശന്മാരും സഭയുടെ നേതാക്കളും അല്ലെങ്കിൽ മതത്തിന്റെ നേതാക്കളും അറിഞ്ഞിരുന്നില്ല. പക്ഷെ നിസാരരായ ആളുകൾ അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കണ്ണു കാണാതിരുന്ന ബർത്തിമായി അവനെങ്ങനെയാ നിലവിളിച്ചത്? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിക്കുകയായിരുന്നു. ഈ യേശു ദാവീദിന്റെ പുത്രനാണെന്ന് അവന് മനസ്സിലായി. കനാന്യ സ്ത്രീ എന്താണ് പറഞ്ഞത്? അവളും അങ്ങനെയാണ് വിളിച്ചത്. അങ്ങനെ സാധാരണ ജനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്യുന്നതായിട്ട് മത്തായി സുവിശേഷത്തിൽ
അനേക പ്രാവശ്യം നാം കാണുന്നുണ്ട്. 9:27, 12:23, 15:22, 20:30, 21:9, 10 എന്നിങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ സാധാരണ ജനങ്ങൾ യേശുക്രിസ്തുവിനെ ദാവീദ് പുത്ര എന്നാണ് വിളിച്ചത്. ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ജനം അറിഞ്ഞിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും അത് കാണാൻ കഴിയും വീണ്ടും. എന്നാൽ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് അവൻ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്. അവൻ ദൈവപുത്രനാണെന്ന് ലോകത്തിന് ശക്തിയോടെ ലോകത്തോട് പ്രഘോഷിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, പ്രവാചകനായ ദാവീദ് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഞാനൊരു നിർണയം, ഒരു ഡിഗ്രി പ്രസ്താവിക്കുന്നു എന്നാണ്. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2:7. ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ വാക്ക്, അത് കന്യകാ ജനനത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് അവൻ ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ടത്. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ദൈവപുത്രനാണ് എന്ന് സർവ്വലോകത്തിൻ്റെയും മുമ്പിൽ നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വാക്യം, ഈ 2-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തെ വ്യാഖ്യാനിച്ച് പിസിദ്യയിലെ അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് യഹൂദന്മാരുടെ പള്ളിയിൽ നിന്നുകൊണ്ട് ആ വാക്യം വായിച്ചുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അതിൻ്റെ 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ വാക്യമാണ് എന്നവിടെ തെളിയിച്ചിട്ടുണ്ട്. നാം ഇതേ അർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആകുന്നു എന്ന്. മരിച്ചവരിൽ ആദ്യജാതൻ, എവിടെല്ലാം ആദ്യജാതൻ എന്ന് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ടോ അത് കാണിക്കുന്നത് അവൻ മരിച്ചവരിൽ ആദ്യജാതൻ. അവന് ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥം കൂടെയാണ് അതിനുള്ളത്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അപ്പം ആ നിലയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള ആ അർത്ഥത്തിലാണ് അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. 6-ാം വാക്യം വരുമ്പോൾ, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. സുവിശേഷത്തിന്റെ ശരിയായ മർമ്മം അപ്പോസ്തലനായ പൗൽസിനാണ് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. മറ്റപ്പോസ്തലന്മാർക്ക് അവർക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അത് ശരിയായ നിലയിൽ വെളിവാക്കി തന്നത്, നമ്മെ അത് പഠിപ്പിച്ചത് അപ്പോസ്തോലിക എഴുത്തുകൾ, പൗലോസിന്റെ എഴുത്തുകളിൽ കൂടിയാണ്. സുവിശേഷത്തിന്റെ മർമ്മം ശരിയായ നിലയിൽ നമുക്കങ്ങനെ വെളിപ്പെട്ട് കിട്ടി എന്ന് നമുക്ക്
ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അത് കൂടുതലും അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകളിൽ കൂടിയാണ്. അത് സകല ജാതികളുടെയും ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തിന് അനുസരണം വരുത്തുക, അഥവാ വിശ്വാസത്തെ അംഗീകരിക്കുക എന്ന സത്യത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ആ സുവിശേഷം. അതിൻ്റെ മർമ്മം വിശ്വാസത്തിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ ഒരുത്തൻ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്, അതിൻ്റെ തെളിവാണ് അനുസരണം എന്ന് പറയുന്നത്. വിശ്വാസവും അനുസരണവും രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. വിശ്വസിക്കാതെ ഏറ്റുപറയാൻ കഴിയുന്നതല്ല. അതാണ് വിശ്വാസവും അനുസരണവും ഒന്നിച്ചിരിക്കുകയാണത്. അതാണ് പറഞ്ഞത്, വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അവന്റെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടത് കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടുമാണ് ഒരുവൻ രക്ഷയിലേക്ക് വരുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. അവന്റെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിന്റെ അനുസരണമാണ്. വിശ്വാസത്തിന് അനുസരണം കാണിക്കണം. അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം. അപ്പോൾ വിശ്വാസത്തിന് അനുസരണം വരുത്തുന്ന സുവിശേഷം, അത് പൗലോസ് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കത്തക്കവണ്ണം പൗലോസിനെ ദൈവവിധനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നാം മുമ്പേ ചിന്തിച്ചതാണ് വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. ആ വിളിക്കപ്പെട്ടവർ വിളിക്കപ്പെട്ടു എന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് എങ്ങനെ അറിയാം? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. യോഹന്നാൻ 8:37. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ യഹൂദന്മാര്, യോഹന്നാൻ 8:37 ആ കാര്യം പറയുന്നത്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അവര് അല്പം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? അവനെ എറിയാൻ കല്ലെടുക്കുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം, അവർ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. എന്നാൽ അത് നിലനിൽക്കുന്നില്ലെങ്കിൽ, അതിനും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് നിലനിൽക്കുന്നില്ല എങ്കിൽ, അതിനോട് അനുസരണം നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ വിളിക്കപ്പെട്ടവരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നവരും അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ കല്ലെറിയുന്നവരുമായിട്ട് അനേക ആളുകൾ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പോലെ ഇക്കാലത്തുമുണ്ട് അനേകരും. ദുരുപദേശം പ്രസംഗിച്ച് നടക്കുന്നവർ. അവരൊരു വശത്തൂടെ യേശു യേശു എന്ന് പറയും, പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് അവനിൽ വിശ്വാസമില്ല. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ
ഉള്ളവർ അല്ലായ്കയാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നെ അറിയുകയും എൻ്റെ ആടുകൾ എന്നെ അറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എന്നെ അറിയുന്നു എന്ന് പറയുകയും എന്നെ അനുഗമിക്കുന്നില്ല. അതാണ് ആ വ്യത്യാസം. എന്നെ അനുഗമിക്കുന്നവന് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്ന എങ്കിൽ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് എന്നർത്ഥം. അപ്പോൾ ഈ 7 വാക്യങ്ങൾ പൗലോസ് റോമിലുള്ള ദൈവസഭയെ പൗലോസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വന്ദനമാണ്. അവരെ ആദ്യമായിട്ട് സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്. ഇനി തുടർന്ന് 8 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത്. എന്തിനായിട്ടാണ് ഈ ലേഖനം എഴുതിയത്? 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകവും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകവും പ്രസിദ്ധമായിരിക്കുന്നു. എങ്ങനെയാണ് റോമിലെ വിശ്വാസികളുടെ വിശ്വാസം സർവ്വലോകവും പ്രസിദ്ധമായിരിക്കുന്നത്? അപ്പോസ്തലൻ ഇതുവരെ റോമിൽ പോയിട്ടില്ല. ഈ ലേഖനം എഴുതുമ്പോൾ പോകാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകവും പ്രസിദ്ധമായിരിക്കുന്നു. റോമിലെ ചക്രവർത്തിയായ ക്ലൗദ്യോസ് AD 69 ക്ലൗദ്യോസ് AD 59 റോമാ നഗരത്തിലുള്ള യഹൂദന്മാരെല്ലാം റോമൻ നഗരം വിട്ടുപോകണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചു. അങ്ങനെ അനേക യഹൂദന്മാരും റോമിൽ നിന്നും വിട്ടുപോയി. അവർ പല സ്ഥലങ്ങളിൽ ചിതറിപ്പോയി. അക്കൂട്ടത്തിൽ ചിതറിപ്പോയ ഒരു കുടുംബമാണ് അക്വിലാവും പ്രിസ്കില്ലയും. അവരാ വഴി കൊരിന്തിൽ വന്ന് അവിടെ അപ്പോസ്തലൻ ആ 59 കാലഘട്ടത്തിൽ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ആ കാലഘട്ടങ്ങളിൽ കൊരിന്തിലായിരുന്നു. ഇങ്ങനെ റോമിലുള്ള അനേക ആളുകൾ അക്കാലത്ത് റോമാനഗരം വിട്ടിട്ട് മറ്റ് പല സ്ഥലങ്ങളിലും, എഫേസോസ്, കൊരിന്ത്, ഗ്രീസിലുള്ള മറ്റ് തെസലോനിക്ക മുതലായിരിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയി. ഈ പോയിടത്തെല്ലാം വിശ്വാസികളായ അവര് അവിടങ്ങളിലുള്ള ചെറിയ സംഘമായിട്ട് കൂടുകയും വിശ്വാസികളോട് ചേർന്ന് അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യത്തെയാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകവും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും റോമിലുള്ള വിശ്വാസികൾ ചിതറിപ്പോയപ്പോൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള കേൾവി എല്ലായിടങ്ങളിലും പരക്കുവാനായിട്ട് ഇടയായി. അത് ഞാൻ യേശുക്രിസ്തു മുഖാന്തരം എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എന്ത് ചെയ്താലും, എന്ത് തിന്നാലും കുടിച്ചാലും പറഞ്ഞാലും വിശ്വസിക്കുന്ന കാര്യമായാലും എന്തോ ചെയ്താലും എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് ദൈവം ഒരു കാര്യവും സ്വീകരിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് സകലതും സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഈ ഭാഗം തുടർന്നുള്ളത് പറയുവാനായിട്ട് ഇന്ന് സമയമില്ല. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. എങ്ങനെയെങ്കിലും റോമിലൊന്ന് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു പൗലോസിന്. പക്ഷെ പൗലോസ് വിചാരിച്ച രീതിയിലല്ല പൗലോസ് റോമിൽ ചെന്നത്. അത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു. പൗലോസ് യെരുശലേമിൽ ചെന്ന് അവിടെയുള്ള സഭയെ കണ്ട് വന്ദനം ചെയ്ത ശേഷം കൈസരിയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് നേരെ റോമിലേക്ക് പോകാനായിട്ടായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സാധിച്ചത്. യെരുശലേമിൽ ചെല്ലുകയും അവിടെ വെച്ച് അറസ്റ്റിലാവുകയും അവിടെ നിന്ന് 2 വർഷം യെരുശലേമിനടുത്തുള്ള കൈസരിയിൽ കൊണ്ടുപോയി അവിടെ തടവിൽ ഇടുകയും 2 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ നിന്ന് റോമിലേക്ക് പട്ടാള സഹിതം തടവുകാരനായിട്ടാണ് യാത്ര ചെയ്ത് റോമിലെത്തുന്നത്. അതായിരുന്നു ദൈവഹിതം. അങ്ങനെ സംഭവിച്ചത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്, ഫിലിപ്പ്യരോട് പറയുന്നു. അപ്പൊ നോക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസ് ഈ വിധത്തിൽ യാത്ര ചെയ്ത് റോമിലെത്തുവാൻ കാരണമായി തീർന്നതിൽ കൂടി ദൈവം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ചില കാര്യങ്ങൾ പൗലോസിൽ കൂടി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതെന്താണെന്ന് വിശദീകരിക്കുവാൻ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് സാധിക്കുന്നതല്ല, സമയമില്ല. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ഏവർക്കും അത് പരിചയമുള്ള കാര്യമാണ്. പൗലോസ് യെരുശലേമിൽ പോവുകയും അവിടെ വെച്ച് തടവിലാകുകയും അവിടെ നിന്ന് കൈസരിയിലെത്തുകയും പൗലോസ് കൈസരിയിൽ 2 വർഷം തടവിലായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത്. അന്ന് ഒരു യഹൂദ അല്ല, ഒരു റോമൻ സിറ്റിസന്, റോമൻ പൗരത്വമുള്ള ഒരാൾ തടവിൽ പാർത്താൽ അവനോട് കൂടെ സഹായത്തിനായിട്ട് മറ്റൊരാൾക്ക് കൂടി പാർക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അങ്ങനെ 2 വർഷം കൈസരിയിൽ തടവിലായിരിക്കുമ്പോൾ പൗലോസിന്റെ സഹായിയായിട്ട് വൈദ്യനായ ലൂക്കോസ് ആയിരുന്നു കൈസരിയിലെ ആസ്ഥാനത്ത്, ഗവർണറുടെ ചക്രവർത്തിയുടെ ആസ്ഥാനത്ത് അവിടെ ഗവർണറായിരുന്നു, ഗവർണറുടെ ആസ്ഥാനത്ത് പാർത്തിരുന്നത്. അപ്പോൾ ആ 2 വർഷം കൈസരിയിൽ അപ്പോസ്തലനോട് കൂടെ പാർത്തുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം വൈദ്യനായ ലൂക്കോസ് എഴുതുന്നത്. ആ എഴുത്തിൽ വന്നിട്ടുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തത് അന്ന് പൗലോസാണ്. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ലൂക്കോസ് കൈസരിയിൽ പൗലോസിനോടുകൂടെ പാർക്കുമ്പോൾ താൻ അവിടെ നിന്ന് യെരുശലേമും അതുപോലെ ഗലീലയും കർത്താവായ യേശുക്രിസ്തു സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം ചുറ്റി നടന്ന് ക്രമത്തിന്, സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് ഒരു നല്ല ചരിത്രം ചമയ്ക്കുകയായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ. അതിന് വേണ്ട ഒത്താശകൾ പറഞ്ഞു കൊടുക്കുകയും ഒന്നുപോരാത്തത് ഒക്കെയും ക്രമീകരിച്ച് എഴുതുവാൻ തക്കവണ്ണം ലൂക്കോസിനെ സഹായിച്ചത് അന്ന് പൗലോസായിരുന്നു. പൗലോസ് തൻ്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും പലയിടത്തും ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലും കാണാം. അതെല്ലാം പൗലോസും ലൂക്കോസും ഒന്നിച്ച് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പദപ്രയോഗങ്ങൾ ഒക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭവിച്ചത് അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ആ നിലയിലാണ് പൗലോസിനെ റോമിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായത്. രഹിതമായാൽ തുടർന്നും നമുക്ക് ഈ അടുത്ത വാക്യങ്ങളിലൂടെ
അതിനെ തുടർന്നും ചിന്തിക്കാവുന്നതാണ്. ദൈവം നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.